hand over the number to Srinath sir. Sir, please. Put our hands together for our Srinath sir. They are the mastermind behind this program that we have happening right now here. It is the turn of. We can give applause to the organizers. Now it is the turn of former MES student Mrs. Aslam to receive a token of love from our students. Please. Put your hands together. Next, I invite our charm and vibrant, our favorite teacher, Mr. Jafar Sadiq sir, to receive our token of love, and Jafar sir to hand over it. There is a prize also to our Jafars. And finally, I invite our former MES student and also our teacher, Mr. Harshal sir, to receive the memento and Jafar sir to hand over it. Out of 4 staff, 3 are the former MES students. Thank you. It's time to conclude our program. Before that, I call upon Nanda to for the thanks of this program. In the Department Association ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ഒരു പരിപാടി വളരെ പ്രൗഢമായ രീതിയിൽ തന്നെ നമുക്ക് നടത്താനായി സാധിച്ചു. ഈ പരിപാടി അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്ന നിമിഷത്തിൽ ഇന്നിവിടെ അസോസിയേഷന്റെ ഉദ്ഘാടനത്തിനായി ലഭിച്ചത് വളരെ മികച്ച ഒരു ഓണ്ടർപ്രണറായ ജയഫർ അലി സാറിനെയാണ്. അദ്ദേഹത്തിന്റെ വിലയേറിയ വാക്കുകൾ നമുക്ക് കോമേഴ്സ് ഫീൽഡിൽ നിന്നും പഠിച്ചിറങ്ങി ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാവും ഉള്ളതായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നിൽ അർപ്പിച്ച കർമ്മം നന്ദി പറയുക എന്നതാണ്. ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റ് അംഗങ്ങൾക്കും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ജയഫർ അലി സർ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് HOD ശ്രീലാൽ സർ, വഹിച്ച നാസർ സർ, ആശംസ പറഞ്ഞ സജിനി സർ, അസ്ലം സർ, ഓർഫനേജ് സെക്രട്ടറി മറ്റ് അധ്യാപകരായ ജാഫർ സർ, അസ്ലാമി അർഷദ് സർ എന്നിവർക്ക് ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സമയം വളരെ വൈകിട്ടുണ്ട്. കൂടുതൽ സമയം നമുക്ക് പരിശീലനമായിട്ടുള്ള സമയമില്ല. ജസ്റ്റ് നമ്മൾ ഇത്ര നേരം ഇരുന്നത് ഒന്ന് നിങ്ങളുടെ ആ ഒരു ചേർന്ന് നിന്ന് ഒന്ന് എണീറ്റ് എല്ലാവരും ഓക്കെ. ഒരൊറ്റ കൈയൊന്ന് ഉപയോഗിച്ചിട്ട് മാക്സിമം ശബ്ദം ഉണ്ടാക്കി, ഒരു കൈ മാത്രം ഉപയോഗിച്ചിട്ട് മാക്സിമം ശബ്ദം കസേരയിലൊന്നും അടിക്കണ്ട. ഓക്കെ, എനിക്ക് ആ ഒറ്റ കൈയിൽ ഒരു ക്ലാപ്പാണ് കിട്ടുന്നത്. ഒന്ന് ക്ലാപ്പില്ലേ, ഒന്ന് ക്ലാപ്പില്ലേ. ഓക്കെ, താങ്ക് യു. That's good. ഈ എംപ്ലോയി കോളേജിന്റെ ഒരു റെപ്രസെന്ററായിട്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാളെ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് പറയും? ആരുടെ പേര് പറയും? ആരുടെ പേര് പറയും?
ബിൻഷാദ്. രണ്ടുപേരാണ് മുന്നിലിരിക്കുന്നത്. നസീഫ് ബിൻഷാദ്. നിഹാല്, നസീഫ് ബിൻഷാദ്, നിഹാൽ. 3 പേരായിരിക്കുന്നു. 3 പേരെടുക്കാം. ഓക്കെ, 3 പേരെടുക്കാം. ആർക്കാണ് 3 പേരുള്ളത്? നസീഫ് ബിൻഷാദ്, നിഹാൽ. ഇതിൽ നിന്ന് ഒരാളെ MOA കോളേജിന്റെ ഗ്രാൻഡ് അംബാസഡറായിട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ആരെ സെലക്ട് ചെയ്യും? ഏറ്റവും പഞ്ചിൽ വരുന്ന പേര് മാത്രമേ ഞാൻ എനിക്ക് ചെയ്യാൻ ാക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തെന്നുള്ളത് നന്ദി പ്രസംഗം ഇവിടെ നന്ദി പ്രസംഗം ലോകം നന്ദി പ്രസംഗം. ബിൻഷാദിനെ നമുക്ക് MOA കോളേജിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ക്യാമ്പസിലേക്ക് അയക്കാൻ പറ്റുമോ നിങ്ങളുടെ സെലക്ഷൻ ഒക്കെ നോക്കട്ടെ അല്ലേ? ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും ഒരാൾക്ക് അവസരം തരാം. ഈ വേദിയിൽ വന്നിട്ട് ഈ വേദിയെ കൈയെടുക്കുന്ന രീതിയിൽ ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ കോൺഫിഡൻസ് ആകുന്നുണ്ടെന്ന് എനിക്ക് സംസാരിക്കാൻ കോൺഫിഡൻറ്റ് ആദ്യം വിശ്വസിക്കുന്നുണ്ട്. MOA കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഡിസ്കഷൻ എവിടെയെങ്കിലും നടക്കുന്ന സമയത്ത് എനിക്ക് പറയാമല്ലോ. MOA കോളേജിലെ നല്ല കപ്പാസിറ്റി ഉള്ള ചില കുട്ടികളുണ്ട് എന്ന് പറയാം. ഒന്ന് പറയുമോ? ആരും പക്ഷേ ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരാണ് വരുന്നത്? ഏതൊരാൾ, ഒരാണോ ഒരു പെണ്ണോ, ആരെനിക്ക് 2 ചോദ്യം. റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ കോളേജിനെയാണ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെയാണ്. റെപ്രസെന്റ് ചെയ്യപ്പെടുന്ന നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളുടെ കോളേജിൽ ആരെണീറ്റ് വരും എന്നുള്ളതാണ് പ്രശ്നം. ഒരാളെ സ്റ്റേറ്റ് എടുത്തേ വന്നു. You should bear the situation. Your situation ആരെങ്കിലും ഒരാളായിട്ട് എടുത്തേ വന്നു. Who will forward? ആര് വരാനാണ് എന്നുള്ളത്. ഞാന് ഇതെടുത്തു അൺഎക്സ്പെക്റ്റഡ് ആണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് എല്ലാവർക്കുമാണ് ഞാൻ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. 2 മിനിറ്റുള്ള കയ്യിലെടുത്ത് സംസാരിക്കാനാണ് പറഞ്ഞത്. ഞാനൊരു മെജീഷ്യനൊന്നുമില്ല, എന്നാലും ശ്രമിക്കാം. നിങ്ങളെ കയ്യിലെടുത്ത് സംസാരിക്കുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആണ്. കാരണം പലർക്കും എരിയുന്ന വയറാണല്ലോ പ്രശ്നം. കുറെ ടൈമായില്ലേ. അപ്പോ ചായ തന്നെ അങ്ങനെ ഉണ്ടാവും. ഓണോ എല്ലാവരും ചായ കിട്ടി ഓണാവോ? വെറും ചായ അല്ല, കടികൊണ്ടാണ് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത്. എല്ലാവരും ഒരു അടുക്കം പോയി നട്ടാണ്. Thank you.
ടോപ്പിക്. എങ്ങനെയാണ് നമുക്കൊരു ആൾക്കൂട്ടത്തില് ഒരു ബ്രാൻഡായിട്ട് മാറുന്നത്, എസ്പെഷ്യലി ഫോർ കൊമേഴ്സ് സ്റ്റുഡൻസ്, റൈറ്റ്? നെക്സ്റ്റ് ലെവലിൽ നിന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ബിക്കം എ ബ്രാൻഡ്. എങ്ങനെയാണ് നമുക്കൊരു ബ്രാൻഡ് ആവാൻ പറ്റുക? ബ്രാൻഡ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേക സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇറ്റ്സ് വെരി സിമ്പിൾ. ഏത് സിറ്റുവേഷനിലും നമുക്കൊരു ബ്രാൻഡ് ആവാൻ പറ്റും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത, റൈറ്റ്? സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ എത്ര പേരുണ്ട്? യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന സൂപ്പർ. എത്ര പേര് ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? നിലവിൽ ഇവിടുന്ന്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഇതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും? ആൾക്കൂട്ടത്തില് ഒരാളാവാണ്ട് ആൾക്കൂട്ടത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് ആവാൻ ശ്രമിക്കണമെന്ന് താല്പര്യമുണ്ട് എപ്പോഴെങ്കിലും ഉണ്ടോ? ആൾക്കൂട്ടത്തിൽ ഒരാളൊന്നും ഒരു കാര്യമില്ല. MOA കോളേജിൽ ഒരു കുട്ടിയാവുക എന്നുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വിദ്യാർത്ഥിയാവുക എന്നുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല. യു സ്റ്റാൻഡ് ഔട്ട്. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഓൾറെഡി ഏത് തരത്തിൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇറ്റ്സ് യുവർ പൊളിറ്റിക്സ്, റിലീജിയൻ, യുവർ സ്കിൽസ്, യുവർ അബിലിറ്റീസ്, യുവർ നാച്ചുറൽ ലീഡർഷിപ്പ്, എന്ത് എന്നുള്ളതല്ല പ്രശ്നം. എന്തായാലും ആൾക്കൂട്ടത്തിലെ ഒതുങ്ങുന്ന ഒരാളാവാണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൊമേഴ്സ് നമുക്കറിയാലോ, ലോകത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന കമ്പനി ഏതാണെന്ന് അറിയുന്നുണ്ട്? ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന കമ്പനി ഏതാ? ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന കോഴ്സ് ഏതാ? ആ ശമ്പളം മേടിക്കുന്ന ആളുടെ കോഴ്സ് ഏതാന്ന് അറിയോ? CEO. ഏത് കമ്പനിയുടെ CEO? ലോകത്തെ ഏറ്റവും അധികം ഒരു മാസം ശമ്പളം കൊടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്പനി ആപ്പിൾ. ഇപ്പോഴൊക്കെ വളരെ ബാക്കിലല്ലേ? അപ്പോഴൊക്കെ നമ്മളുടെ ഒരു പവറിങ് അല്ലേ? ആണോ? ലോകത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഗൂഗിളൊക്കെ 26 lakhs ഉണ്ട്. ടെസ്ല, ജമർജി, ബട്ട് നോട്ട് നൗ. ദെൻ കോമേഴ്സിലും പറ നമ്മുടെ ബിസിനസ് മെന്റാലിറ്റി എത്രത്തോളം ഉണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്കൊക്കെ അറിയാവുന്ന സാധനമാണ്. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുന്ന സമയത്ത് നിങ്ങൾക്ക് മുഖത്തിലും ബോഡിയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ചെറിയ ക്രീമുകളും പൗഡറും ഒക്കെ ഇറക്കിയിരുന്ന കമ്പനി ഉണ്ടല്ല, ജോൺസൺ ആൻഡ് ജോൺസൺ. ലോകത്തെ ഏറ്റവും കൂടുതൽ കമ്പനി സാലറി കൊടുക്കുന്നത് ആയത് കമ്പനിയുടേതാ? ജോൺസൺ. അപ്പൊ നമുക്ക് തോന്നുന്നു ഈ പൗഡർ കമ്പനിക്കാണ് അത്ര വില. നോ, ജോൺസൺ ജോൺസൺ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ വിലയാണ്. റൈറ്റ്? ഇറ്റ്സ് അറൗണ്ട് 46 lakh per month എന്നുള്ളതാണ്. അനുകൂലികൾ വേറെയാണ്. ഇറ്റ്സ് ഫ്രം എ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. ഒരു CEO എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ അയാൾ എത്തിയിട്ടുള്ളത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കൂട്ടത്തെ ഒരു കൊമേഴ്സുകാരനാവാനല്ല അയാൾ ശ്രമിച്ചത്. ലോകത്തെ നമ്പർ 1 കൊമേഴ്സ് എന്ത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു കൊമേഴ്സുകാരന്റെ പേരാണ് ഈ പറയുന്നത്. നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്? ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം? ഇഫ് യു വാണ്ട് ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദി ക്രൗഡ്, ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ the people is not to forget you. നിങ്ങൾ ആരും മറക്കാണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു അസോസിയേഷന്റെ പേര്, നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ഇനി ആരും മറക്കില്ലല്ലോ. ഒരൊറ്റ പേര് നട്ടല്. എന്താ പേര്? നട്ടൽ എന്ന് പറയുന്ന ഒരു പേര് ഈ അസോസിയേഷൻ വികാരണ വേദിയിൽ നിരന്തരം നമ്മൾ കേട്ടത് കൊണ്ട് ബ്രാൻഡഡ് ആയി ആ പേരോടൊപ്പം ഈ വ്യക്തികൾ എന്നുള്ളതാണ്. ഈ വ്യക്തികൾ നിങ്ങൾക്കറിയോ? ഈ വ്യക്തികൾ നിങ്ങൾക്കറിയോ? അഞ്ച് പേര് അറിയുന്നത്. അഞ്ച് പേര് അറിയുന്നത്. കൈവക്കി. അഞ്ച് അറിയുന്നവര്. ഒന്നാമത്തെ ആളാരാ? ഭക്ഷണാരാ? രണ്ടാമത്തെ ആളാരാ? അരവി? മൂന്നാമത്തെ ആളാരാ? അരവി? നാലാമത്തെ ആളാരാ?
ആരാണ്? അഞ്ചാമത്തെ ആളാണ് അഞ്ചാമത്തെ ആളാണ്. ഒരു കൊമേഴ്സുകാർ ഏറ്റവും അധികം ചാടി കൊടുത്തിട്ട് ആ ആൻസർ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്റർനാഷണൽ അംബാസഡർ ഓഫ് CEO ട്രെയിനിങ് നയൽ പട്ടേൽ. ലോകത്തെ ഏറ്റവും അധികം സിഇഒമാർക്ക് മൊഡ്യൂളുകൾ കൊടുത്ത് അവരുടെ കമ്പനികളുടെ തലപ്പത്തിരുത്താണ്. ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്ന CEO ട്രെയിനർ എന്നവർക്ക് പേരെടുത്തിട്ടുള്ള ഒരു കൊമേഴ്സുകാരുടെ. ബാക്കിയുള്ളവർക്ക് നമുക്കറിയാമല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡിങ് എന്ന് പറയുന്ന സംഗതിയാണ്. നേരത്തെ നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? നമ്മുടെ കയ്യിലുള്ള മൊബൈലിലേക്ക് അവർ വരുന്നതിനുള്ള ബിസിനസ്സാണ് നമുക്ക് പ്രശ്നം. എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജിസ്റ്റ്